എല്ലാവർക്കും നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ PYQ തന്നെയാണ് ഇന്നും ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് ക്വിക്ക് റിവിഷൻ നടത്താൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക പഴയകാല ചോദ്യപേപ്പറുകളായിരിക്കും. റീസെന്റ് ആയി നടന്ന നെറ്റ് പരീക്ഷയുടെയും സെറ്റ് പരീക്ഷയുടെയും പ്രധാന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ മറ്റ് ചോദ്യങ്ങൾ നമ്മൾ മറ്റ് പല വീഡിയോകളായി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. ആദ്യത്തെ ചോദ്യം, ആണ്ടുബലി എന്ന നാടകം രചിച്ചതാര്? ആണ്ടുബലി എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻസ്: ജി ശങ്കരപ്പിള്ള, PM താജ്, വയല വാസുദേവൻ പിള്ള, കാവാലം നാരായണ പണിക്കർ. ജി ശങ്കരപ്പിള്ള, PM താജ്, വയല വാസുദേവൻ പിള്ള, കാവാലം നാരായണ പണിക്കർ. ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഉത്തരം ഓപ്ഷൻ സി, വയല വാസുദേവൻ പിള്ളയാണ് ആണ്ടുബലി എന്ന നാടകം രചിച്ചത്. ബാക്കി മൂന്ന് ഓപ്ഷൻസ്: ജി ശങ്കരപ്പിള്ള, PM താജ്, കാവാലം നാരായണ പണിക്കർ. ഇവരുടെ പ്രധാന കൃതികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി കണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ കൂടി ഇവരുടെ പ്രധാനപ്പെട്ട 1-2 നാടകങ്ങളുടെ പേര് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം. സ്നേഹദൂതൻ, ഭരതവാക്യം, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, അണ്ടനും അടകോടനും ഇവയൊക്കെ ജി ശങ്കരപ്പിള്ളയുടെ നാടകങ്ങളാണ്. സാക്ഷി, തിരുവാഴിത്താർ, ദൈവത്താർ, അവനവൻ കടമ്പ, കരിങ്കുട്ടി ഇവ കാവാലത്തിന്റെ പ്രധാന നാടകങ്ങളാണ്. രാവുണ്ണി, പാവത്താൻ നാട് ഇവയൊക്കെ PM താജിന്റെ പ്രധാന നാടകങ്ങളാണ്. അടുത്തത്, അരിസ്റ്റോട്ടിലിന്റെ ദുരന്ത നാടക നിർവചനത്തിലെ ഐക്യത്രയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? എ കഥാപാത്രം, ബി കാലം, സി ക്രിയ, ഡി ഇതിവൃത്തം ആൻഡ് ഇ സ്ഥലം. അരിസ്റ്റോട്ടിലിന്റെ ദുരന്ത നാടക നിർവചനത്തിലെ ഐക്യത്രയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? സ്ഥലം, കാലം, ക്രിയ ഇവ മൂന്നുമാണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ബി, സി, ഇ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിന് ഉത്തരം. ചോദ്യം, ആദേശസന്ധിക്ക് ഉദാഹരണം. എ കണ്ണീർ, ബി തിരുവോണം, സി പച്ചക്കറി, ഡി മരഞ്ചാടി ആൻഡ് ഇ വിണ്ടലം. അപ്പോൾ സന്ധികൾ ഏതൊക്കെയെന്ന് നോക്കാം. ലോഭസന്ധി എന്ന് പറയുമ്പോൾ സന്ധിക്കുന്ന, കൂടിച്ചേരുമ്പോൾ വർണ്ണങ്ങളിൽ ഒന്ന് ലോപിക്കുന്നത്, ഇല്ലാതാവുന്നതാണ് ലോഭസന്ധി. ആഗമസന്ധി എന്ന് പറയുമ്പോൾ 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി ആഗമിക്കുന്നതാണ് ആഗമസന്ധി. ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. അതുപോലെ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി. അപ്പോൾ ആദേശസന്ധിക്ക് ഉദാഹരണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എ കണ്ണീർ, ഡി മരഞ്ചാടി, ഇ വിണ്ടലം. ഇതാണ് ഉത്തരം ADE. കാരണം എ കണ്ണീർ, കൺ പ്ലസ് നീറാണ് കണ്ണീർ, ബി മരം പ്ലസ് ചാടിയാണ് മരഞ്ചാടി, ഈ വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. ഇവിടെയൊക്കെ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം ആഗമിച്ചിരിക്കുന്നതായി കാണാം. ADE വരുന്ന ഓപ്ഷൻ 1 ആണ് ശരിയായ ഉത്തരം. തിരുവോണം, തിരു പ്ലസ് ഓണമാണ്, അവിടെ വാ ആഗമിക്കുകയാണ്. പച്ചക്കറിയിൽ പച്ച പ്ലസ് കറി, അവിടെ ഇരട്ടിപ്പാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം ADE ആണ്. സന്ധിയെക്കുറിച്ചും വ്യാകരണത്തെക്കുറിച്ചുമുള്ള ക്ലാസുകൾ അധികം വൈകാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിലെ നിയമങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ പൊതുവെ ജനറൽ PSCക്ക് പോലും വരുന്ന ചോദ്യങ്ങളാണിത്. ആദേശസന്ധിക്ക് ഉദാഹരണമായി പലപ്പോഴും വിണ്ടലവും കണ്ണീറും ഒക്കെയാണ് നൽകാറുള്ളത്. അടുത്ത ചോദ്യം, കേരള പാണിനീയത്തിലെ വിഷയക്രമം. എ നാമാധികാരം, ബി നിപാതാവ്യയാധികാരം, സി ഭേദകാധികാരം, ഡി സന്ധിപ്രകരണം, ഇ ധാത്വധികാരം. അപ്പോൾ കേരള പാണിന്യത്തിലെ വിഷയക്രമം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്രമം ഒന്ന് എഴുതിയെടുക്കുക. ക്രമത്തിൽ തന്നെ പറയുന്നതായിരിക്കും. പീഠിക, സന്ധിപ്രകരണം,
നാമാധികാരം, ധാത്വധികാരം, ഭേദകാധികാരം, നിപാതവ്യയാധികാരം, ആകാംക്ഷാധികാരം, ശബ്ദോൽപത്തി. ഇങ്ങനെയാണ് വിഷയക്രമം. ആവർത്തിക്കാം. പീഠിക, സന്ധിപ്രകരണം, നാമാധികാരം, ധാത്വധികാരം, ഭേദകാധികാരം, നിപാതവ്യാധികാരം, ആകാംക്ഷാധികാരം, ശബ്ദോൽപത്തി. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. DAECB. സന്ധിപ്രകരണം, നാമാധികാരം, ധാത്വധികാരം, ഭേദകാധികാരം, നിപാതാവ്യയാധികാരം. ശ്രദ്ധിക്കുക, ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം സിനിമാ ഗാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. വളരെ ഹൃദയസ്പർശിയായ, നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. ഏത് സിനിമയിലേതാണ്? സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനമാണ്. ഈ ഗാനം എഴുതിയതാര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: BK ഹരിനാരായണൻ, അനിൽ പനച്ചൂരാൻ, അൻവർ അലി, റഫീഖ് അഹമ്മദ്. ശരിയായ ഉത്തരം നിങ്ങൾക്ക് അറിയുമായിരിക്കും. റഫീഖ് അഹമ്മദ് ആണ് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന വരി എഴുതിയത്. ഇനി റഫീഖ് അഹമ്മദിന്റെ മറ്റ് പ്രധാന സിനിമാ ഗാനങ്ങൾ ഏത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. മരണമെത്തുന്ന നേരത്ത് എന്ന് തുടങ്ങുന്ന ഗാനം, രാക്കിളിതൻ വഴിമറിയും എന്ന പെരുമഴക്കാലത്തിലെ ഗാനം, ഒരു വേനൽ പുഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം, കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എന്ന് തുടങ്ങുന്ന എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയിലെ ഗാനം, നാട്ടുവഴിയോരത്തെ ഗദ്ദാമ എന്ന സിനിമയിലെ നാട്ടുവഴിയോരത്തെ. ഈ ഗാനങ്ങളൊക്കെ രചിച്ചത് റഫീഖ് അഹമ്മദ് ആണ്. ഒരിക്കൽ കൂടി പറയാം. മരണമെത്തുന്ന നേരത്ത് എന്ന് തുടങ്ങുന്ന ഗാനം, രാക്കിളിതൻ വഴിമറയും പെരുമഴക്കാലമാണ് സിനിമ, ഒരു വേനൽ പുഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം, കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എന്ന് തുടങ്ങുന്ന ഗാനം, നാട്ടുവഴിയോരത്തെ ഗദ്ദാമ എന്ന സിനിമയിലെ നാട്ടുവഴിയോരത്തെ എന്ന് ആരംഭിക്കുന്ന ഗാനം, അതുപോലെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന് തുടങ്ങുന്ന ഗാനം. ഇവയൊക്കെ റഫീഖ് അഹമ്മദ് രചിച്ചവയാണ്. ഇനി ബാക്കി 3 ഓപ്ഷൻസ് കൂടി നോക്കാം. BK ഹരിനാരായണൻ വളരെ പരിചിതനാണ്. BK ഹരിനാരായണന്റെ വളരെ പ്രധാനപ്പെട്ട ഗാനങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. BK ഹരിനാരായണന്റേത് 1983 എന്ന സിനിമയിലെ ഓലഞ്ഞാലി കുരുവി എന്ന് തുടങ്ങുന്ന ഗാനം, എസ്ര എന്ന സിനിമയിലെ ലൈലാഗമേ എന്ന് തുടങ്ങുന്ന ഗാനം, അതുപോലെ ജോസഫ് എന്ന സിനിമയിലെ ഉയിരിൻ നാഥനെ എന്ന് തുടങ്ങുന്ന ഗാനം. ഇവ 3ഉം രചിച്ചിരിക്കുന്നത് BK ഹരിനാരായണനാണ്. ഒരിക്കൽ കൂടി പറയാം. 1983 എന്ന സിനിമയിലെ ഓലഞ്ഞാലി കുരുവി എന്ന് തുടങ്ങുന്ന ഗാനം, എസ്ര എന്ന സിനിമയിലെ ലൈലാഗമേ എന്ന ഗാനം, അതുപോലെ ജോസഫ് എന്ന സിനിമയിലെ ഉയിരിൻ നാഥനെ എന്ന ഗാനം. ഇവയൊക്കെ BK ഹരിനാരായണന്റേതാണ്. അടുത്തത് അനിൽ പനച്ചൂരാൻ. അനിൽ പനച്ചൂരാൻ അറബിക്കഥ എന്ന സിനിമയിലെ തിരികെ ഞാൻ വരുമെന്ന എന്ന് തുടങ്ങുന്ന ഗാനം അനിൽ പനച്ചൂരാൻ രചിച്ചതാണ്. ഇനി അടുത്ത ഓപ്ഷൻ അൻവർ അലിയാണ്. മായാനദിയിലെ മിഴിയിൽ നിന്നും എന്ന് തുടങ്ങുന്ന ഗാനം, മാലിക് എന്ന സിനിമയിലെ തീരമേ എന്ന് തുടങ്ങുന്ന ഗാനം. ഇവയൊക്കെ രചിച്ചിരിക്കുന്നത് അൻവർ അലിയാണ്. ഒരിക്കൽ കൂടി, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ഇത് നമ്മുടെ റഫീഖ് അഹമ്മദിന്റെ വരികളാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രൂപീകൃതമായ വർഷമനുസരിച്ചുള്ള പൂർവോത്തര ക്രമം. A സമത്വ സമാജം, B സഹോദര സംഘം, C യോഗക്ഷേമ സഭ, D ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആൻഡ് E സാധുജന പരിപാലന സംഘം. A സമത്വ സമാജം, B സഹോദര സംഘം, യോഗക്ഷേമ സഭ, ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം ആൻഡ് E സാധുജന പരിപാലന യോഗം.
ഇവ ആരാണ് രൂപീകരിച്ചത് എന്ന് ആദ്യം നോക്കാം. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമിയാണ്. വൈകുണ്ഠ സ്വാമി. സഹോദര സംഘം സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഡോക്ടർ പൽപുവും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഉണ്ടായിരുന്നു. സാധുജന പരിപാലന യോഗം അയ്യങ്കാളി. ഇനി വർഷം നോക്കാം. സമത്വ സമാജം 1836. 1836 19ാം നൂറ്റാണ്ടിലാണ്. സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ 1917. യോഗക്ഷേമ സഭ 1908. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903. സാധുജന പരിപാലന യോഗം 1907. സമത്വ സമാജം 1836. സഹോദര സംഘം 1917. യോഗക്ഷേമ സഭ 1908. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903. സാധുജന പരിപാലന സംഘം 1907. അപ്പോൾ ആ വർഷം അനുസരിച്ച് നമുക്കൊന്ന് ചിട്ടപ്പെടുത്താം. ആദ്യം വരിക സമത്വ സമാജമാണ്. എ സമത്വ സമാജം. അതിനുശേഷം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എക്ക് ശേഷം ഡി ആണ് വരിക. അതിനുശേഷം 1903 ശേഷം സാധുജന പരിപാലന സംഘം 1907. അപ്പോൾ സമത്വ സമാജം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന സംഘം എ ഡി ഇ. അതിനുശേഷം യോഗക്ഷേമ സഭ 1908. ബി. അതിനുശേഷം അവസാനം സഹോദര സംഘം 1917. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ 3 ആണ്. എ ഡി ഇ സി ബി. സമത്വ സമാജം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന സംഘം, യോഗക്ഷേമ സഭ, സഹോദര സംഘം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഒരു ഭാഗത്ത് കാവ്യ സമാഹാരങ്ങൾ, രണ്ടാമത്തെ ഭാഗത്ത് കവികൾ. എ പറിച്ചുപുത, ബോർഡർ ലൈൻ, ബുദ്ധരൂപം, ആട്ടക്കാരി. പട്ടിക 2-ൽ എം ബി മനോജ്, എസ് കലേഷ്, രേഷ്മ സി, എം ആർ രേണുകുമാർ. ആദ്യത്തേത് പറിച്ചുപുത. ഓപ്ഷൻ 4 എം ആർ രേണുകുമാർ ആണ് ഉത്തരം. ബോർഡർ ലൈൻ രേഷ്മ സി ആണ് ഉത്തരം. ബുദ്ധരൂപം എം ബി മനോജ്. ആട്ടക്കാരി എസ് കലേഷ്. ഒന്നുകൂടി പറയാം. പറിച്ചുപുത എം ആർ രേണുകുമാർ. ബോർഡർ ലൈൻ രേഷ്മ സി. ബുദ്ധരൂപം എം ബി മനോജ് ആൻഡ് ആട്ടക്കാരി എസ് കലേഷ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ശരിയായ ഉത്തരം. ഇവരുടെ ഈ കവികളുടെ ഇതര കവിതകളെ കുറിച്ചും സമാഹാരങ്ങളെ കുറിച്ചും നമ്മൾ ഷോർട്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും കൂടി കേട്ട് എഴുതിയെടുക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓരോ ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ഇതേപടി ആയിരിക്കണം എന്നില്ല ചോദ്യം വരിക. ഇതുമായി ബന്ധപ്പെട്ട ഇതിന് സമാനമായ, ഇത് പഠിച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമ്മൾ ആണ്ടുബലി, വയലാ വാസുദേവൻ പിള്ള, അരിസ്റ്റോട്ടിലിന്റെ ദുരന്ത നാടക നിർവചനം, ആദേശസന്ധി, കേരള പാണിനിയത്തിലെ വിഷയക്രമം വളരെ പ്രധാനമാണ്. അടുത്തിടെ ധാരാളം സിനിമാ ഗാനങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ജനപ്രിയമായ ഹിറ്റായ ഗാനങ്ങൾ ആരാണ് രചിച്ചത് എന്നുകൂടി ഒന്ന് നോക്കി വെക്കുക. നമ്മൾ കേട്ട, നമ്മൾ പാടുന്ന പരിചയമുള്ള ഗാനങ്ങളായിരിക്കും. ആരാണ് രചിച്ചത്, ഏത് സിനിമയിലേതാണ്, ആരാണ് സംഗീത സംവിധാനം ചെയ്തത് എന്നുകൂടി ഒന്ന് നോക്കി വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ പറ്റും. നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ, അതായത് പരിചയമുള്ള ഗാനമായിരിക്കും, എന്നും പാടുന്ന ഗാനമായിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാല് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഓരോ പുതിയ പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഓരോ പാട്ട് കേൾക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് ഏകദേശം മനസ്സിലാക്കി വെക്കുക.
പിന്നെ നമ്മൾ ഈ സമത്വ സമാജം, സഹോദര സംഘമൊക്കെ നെറ്റ് സെറ്റിന് മാത്രമല്ല ജനറൽ PSC വരെ എന്നും ചോദിക്കുന്ന ചോദ്യമാണ്. അതും ഒന്ന് പഠിച്ചു വെക്കുക. പുതിയ കവിതകളും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് PYQ സെഷൻ എടുത്തത്. അപ്പോൾ ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ഇതിൽ നിന്ന് വരുന്ന ഇതിലെ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കുക. നമ്മുടെ മറ്റ് വീഡിയോസ്, മറ്റ് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് അതിലെ ക്ലാസ് കൂടി കേട്ട് നോട്ട് എഴുതി വെക്കുക. നോട്ട് എഴുതി വെക്കുക എന്നത് ശരി തന്നെ, പക്ഷെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പരമാവധി കാര്യങ്ങൾ പഠിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി പരീക്ഷയ്ക്ക് ഉള്ളൂ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. നമ്മൾ അതുകൂടി പരിഗണിക്കുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകാത്തവര്, ഇനിയും അംഗമാകാത്തവര് എത്രയും പെട്ടെന്ന് അംഗമാവുക. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.